എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സ്ത്രീകളെ യോനിയിൽ കയറ്റി ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഇടയാക്കും. ഇതേക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സൂചന നൽകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈംഗിക ബന്ധം അപൂർവമായവർക്കും അതുപോലെ വിവാഹം കഴിക്കാത്തവർക്കും ലൈംഗിക സുഖം നേടുന്നത് സ്വയംഭോഗത്തിലൂടെയാണ്. അത് സ്ത്രീയും പുരുഷനും ഏകദേശം ഒരേപോലെയാണ് എന്ന് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ പുരുഷന്മാർക്ക് മാസ്ട്രബേഷൻ അവർക്ക് മറ്റു വിധത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് മറ്റു വിധത്തിലാണ് സംഭവം സംഭവിക്കുന്നത്. അതുകൊണ്ട് രണ്ടു പേർക്കും രണ്ടു വിധത്തിലാണ്. എന്നാൽ സ്ത്രീകൾക്ക് യോനിയിൽ പലതരത്തിലുള്ള വസ്തുക്കൾ കയറ്റി ഉത്തേജിപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ പുരുഷന്മാരാകട്ടെ ലിംഗത്തെ ഉരസിയും അതുപോലെ ഉരച്ചുമാണ് ലിംഗം സ്ഖലന സമാപ്തി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പങ്കാളിയെ വിട്ടു നിൽക്കുന്നവർക്കും അതുപോലെ വിവാഹം കഴിക്കാത്തവർക്കും സ്വയംഭോഗം മാസത്തിലോ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും ചിലർക്ക് നിർബന്ധമായും സംഭവിക്കും. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അഥവാ സ്ത്രീകളുടെ യോനിയിൽ ഇത്തരം വസ്തുക്കളൊന്നും ഷാർപ്പായിട്ടുള്ള വസ്തുക്കളൊന്നും കയറ്റാതിരിക്കുക. പലർക്കുമുള്ള ഒരു ശീലമാണ് യോനിയിൽ വെജിറ്റബിൾ പോലെയുള്ള വസ്തുക്കൾ കയറ്റുന്നത്. അതെ, വെജിറ്റബിൾ ആയിരിക്കുന്നു. അഥവാ കുക്കുംബർ, ക്യാരറ്റ് എന്നീ വസ്തുക്കൾ, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ഇവയെല്ലാം യോനിക്കകത്ത് പരീക്ഷിക്കാറുണ്ട്. എന്നാൽ ഇവ പരീക്ഷിക്കുമ്പോൾ ഇത്തരം വസ്തുക്കൾ ശുചിയാക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല. അതെ, ഇവ വൃത്തിഹീനമായി തന്നെ അതുപോലെ കഴുകി വൃത്തിയാക്കിയാതെയാണ് യോനിയിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതുമൂലം യോനിക്കകത്ത് ചൊറിച്ചിലും ഫംഗസും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് യോനിയിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അഥവാ ഹോം ടൂൾസ് അഥവാ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ കഴിഭാഗം, അത്തരം കാര്യങ്ങളെല്ലാം പലരും ഇതുപോലെ യോനിക്കകത്ത് പരീക്ഷിക്കാറുണ്ട്. എന്നാൽ ഇവയെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള മുറിവുകളായിരിക്കും സമ്മാനിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ വൈബ്രേറ്റർ ഒരു പരിധി വരെ നിങ്ങൾക്ക് സേഫ് ആണ്. എങ്കിലും വൈബ്രേറ്റർ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വൈബ്രേറ്റർ ഒരിക്കലും നിങ്ങൾ കൈമാറരുത്. സുഹൃത്തുക്കൾക്കും മറ്റും കൈമാറുന്ന ശീലമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈംഗിക ജന്യ രോഗങ്ങൾ നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ശീലങ്ങൾ ഉണ്ടായവർ പൂർണ്ണമായും ഒഴിവാക്കുക. ഒരാൾ മാത്രം ഇതുപോലെയുള്ള വൈബ്രേറ്റർ യൂസ് ചെയ്യുക. ഇതാണ് കൂടുതലും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.